അയാളെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആള്, ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ആള് ഭീഷണിപ്പെടുത്തുക നിക്ഷേപകരെ. ഈ കേരളത്തിന്റെ സഹകരണ രംഗത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് CPM. ആര് പറഞ്ഞാലും ആരും കേൾക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാതെ പോലീസ് വഷളാവുകയാണ് കേരളത്തിൽ. CPM BJP ഗൂഢാലോചനയുടെ ഭാഗമായി പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന് എന്ത് പ്രസക്തി? ഈ ഗവൺമെന്റ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവന് പെൻഷൻ കവർന്നെടുത്ത ഉദ്യോഗസ്ഥന്മാർ. ഞാൻ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് എന്താ പ്രസക്തി? പൂരം കലക്കലിന് നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ്, ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. CPM BJP ഗൂഢാലോചനയുടെ ഭാഗമായി പൂരം കലക്കാൻ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ ADGP ആണ്. അറിയാമല്ലോ, അയാളെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചു. അതാണ് നമ്മളെ കളിയാക്കിയത്. ഇത് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന് എന്ത് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ, എല്ലാ കേസിലും അയാളെ രക്ഷപ്പെടും. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയന്. കാരണം പിണറായി വിജയൻ്റെ ദൂതനായിട്ടാണ് അയാൾ RSS നേതാക്കളെ കണ്ടതും അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൂരം കലക്കിയത്. അപ്പോൾ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, അന്വേഷണം മുഴുവൻ പ്രഹസനമാവും. ഇപ്പം എന്താ പ്രമോഷൻ കിട്ടി അല്ലേ? പ്രമോഷൻ കിട്ടി. പോലീസ് തലപ്പത്ത് എന്താ നടക്കുന്നത്? ഒരു കൺട്രോളുമില്ല ഈ മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അവർ തമ്മിലുള്ള ടഗ് ഓഫ് വാറാണ്. അവർ തമ്മിൽ ചേരി തിരിച്ചിട്ടുള്ള ഫൈറ്റാണ് കാണുന്നത്. ആര് പറഞ്ഞാലും ആരും കേൾക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. പോലീസ് വഷളാവുകയാണ്, കേരളത്തിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. CPM അതിനകത്ത് വല്ലാതെ നുഴഞ്ഞു കയറിയാണ് ഈ ഉപജാപക സംഘം. ഇപ്പോൾ കണ്ടില്ലേ, കട്ടപ്പനയിൽ കാശ് ബാങ്കിലടച്ച ആൾക്ക് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അയാളെ നടത്തി വിഷമിപ്പിച്ചു, അയാളെ ഭീഷണിപ്പെടുത്തി. മുൻ ഏരിയ സെക്രട്ടറിക്ക്, പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറിക്ക് ബാങ്കിൽ പണം ഇട്ടവൻ ചോദിച്ചു വന്നപ്പോൾ അവനെ വിരട്ടുക. ഇത് കേരളമാണോ? ഇത് നമ്മുടെ കേരളമാണോ? ഇത് കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ടവൻ പണം ചോദിച്ച്, ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി പണം ചോദിച്ചു വന്നപ്പോൾ അയാളെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ, ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ആൾ ഭീഷണിപ്പെടുത്തുക നിക്ഷേപകരെ. ഈ കേരളത്തിൻ്റെ സഹകരണ രംഗത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് CPM. എന്നിട്ട് പറയുക സഹകരണ രംഗം കേരളം ഇതുവരെ കാണാത്ത പ്രതിസന്ധിയെ നേരിടുക. ആ സമയത്ത് എല്ലാ ബാങ്കും പിടിച്ചെടുക്കുക, UDFൻ്റെ കയ്യിലുള്ളത്, പോലീസിനെ വിടുക, ഗുണ്ടകളെ വിടുക, ക്രിമിനലുകളെ വിടുക. നന്നായി നടക്കുന്ന കോൺഗ്രസ് UDF ബാങ്കുകളിൽ 65 എൻക്വയറി, 80 എൻക്വയറി. എന്നിട്ട് പിറ്റേ ദിവസം CPM ലോക്കൽ കമ്മിറ്റി അങ്ങോട്ട് പ്രകടനം നടത്തുക, ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി കളയുക. ഒറ്റ ബാങ്കും കേരളത്തിൽ ബാക്കിയുണ്ടാവില്ല. ഒറ്റ ബാങ്കും ഈ പോക്ക് പോയാൽ ഒറ്റ ബാങ്കും സഹകരണ രംഗത്ത് തോലച്ച് കുഴിച്ചു മൂടാനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രമം. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കട്ടപ്പനയെ കണ്ടത്. അത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തരമായിട്ടുള്ള കാര്യം. ചോദിക്കാനൊക്കെ ധൈര്യമുള്ള ആളുകൾ ഉള്ളത് വലിയ അത്ഭുതമാണ്. ഈ ഗവൺമെൻറ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് 1400ഓളം പേര് ക്ഷേമ പെൻഷൻ മേടിച്ചു. എന്തൊരു ഗുരുതരമായ കുറ്റകൃത്യമാണത്. ഈ 1400 പേരുടെ പേര് എന്തിനാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് സർക്കാർ? ഞങ്ങളതിനെ നിയമപരമായി നേരിടാൻ പോവാം. ഏറ്റവും ക്രിമിനലുകളെന്ന് ഞാൻ അവരെ വിളിക്കും. കാരണം പാവപ്പെട്ടവന് കിട്ടേണ്ട, ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവന് പെൻഷൻ കവർന്നെടുത്ത ഉദ്യോഗസ്ഥന്മാർ, ഇവനെയൊക്കെ പിരിച്ചുവിടണം സർവീസിൽ നിന്ന്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിരിച്ചുവിടണം, സസ്പെൻഷനല്ല, പിരിച്ചുവിടണം സർവീസിൽ നിന്ന്. അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടണം. എന്നിട്ട് ആ പേരുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുക സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തക്കാരെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ വൃത്തികേട് അല്ലേ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കണ്ടിട്ട്. എന്തൊരു തോന്നിയാസാണ്. സർക്കാർ ശമ്പളം മേടിച്ചതിൻ്റെ ഇടയിൽ ഇത് എഴുതി മേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കേട്ടുകേൾവേണ്ടത്. എന്നിട്ട് അവരെ മുഴുവൻ സംരക്ഷിക്കുക. അവരെ നിന്ന് പൈസ തിരിച്ച് മേടിച്ചിട്ട് അവരെ വെറുതെ വിടാനാണ് തീരുമാനം. വെറുതെ വിടില്ല, ഒരു കാരണവശാലും വെറുതെ വിടില്ല. അവരുടെ പുറകെ ഞങ്ങളുണ്ട്.